ഇടുക്കി വെള്ളത്തൂവലിൽ വീടിന് തീപിടിച്ച് ഒരാൾ മരിച്ചു. ഇടുക്കി നടുമറ്റം സ്വദേശി ശശീന്ദ്രനാണ് മരിച്ചത്. ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി പടക്കം പൊട്ടിച്ചപ്പോൾ തീ പടർന്നതാണ് എന്നതാണ് സംശയം. ഇടുക്കി വെള്ളത്തൂവിൽ വീടിന് തീപിടിച്ച് മരിച്ച ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നടുമറ്റം സ്വദേശി ശശീന്ദ്രൻ എന്ന് പറയുന്ന ആളാണ് മരിച്ചത്. ഇന്നലെ സഹോദരൻ കാണാനായിട്ട് ശശീന്ദ്രൻ ഇങ്ങോട്ടേക്ക് എത്തിയതാണ്. ആ സമയത്താണ് ഇവിടെ അപകടമുണ്ടായത്. പടക്കം പൊട്ടിക്കുമ്പോൾ തീ പടർന്നതാകാം എന്നുള്ളതാണ് സംശയിക്കുന്നത്. കാരണം ഇന്നലെ ഇവിടെ പടക്കം പൊട്ടിച്ചിരുന്നു എന്ന് അയൽവാസികളടക്കം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. മദ്യപിക്കുന്ന ആളാണ് ശശീന്ദ്രൻ. ഒരുപക്ഷെ മദ്യലഹരിയിലായിരുന്നിരിക്കാം. അങ്ങനെയാണ് പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയാത്തത്. ശശീന്ദ്രന്റെ അയൽവാസിയാണല്ലേ? ഇന്നലെ പകലൊരു 11 മണിയാകുമ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ വരുവണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുടുംബം അന്വേഷിച്ചില്ല അല്ലേ? അന്വേഷിച്ചില്ല. പിന്നെ രാത്രിയായി കഴിഞ്ഞപ്പം ഇങ്ങനെ ഇവിടുന്ന് വിളിച്ചു. ഇങ്ങനെ ഒരു വീട് ഇങ്ങനെ കത്തിയിട്ടുണ്ട്, വീട്ടിൽ ഒരു ആൾ മരിച്ചു കിടപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ശശിചേട്ടൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പം എടുക്കുന്നില്ല. ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ സ്വിച്ച് ഓഫ് ആയിരുന്നപ്പം ഈ ശശി എന്ന് പറയുന്ന ആളുടെ ഭാര്യ ആണ് എന്നെ വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു, എന്താ ശശിചേട്ടൻ ഫോൺ എടുക്കുന്നില്ല? ഇല്ലെന്ന് പറഞ്ഞു. ഒരു 11 മണി ആയി കഴിഞ്ഞപ്പോൾ രായക്കോട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് അവിടെ മരിച്ചുപോയ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊണ്ട് വിളിപ്പിച്ചപ്പം അവർ പറഞ്ഞ് സംഭവം നടന്നിരിക്കുന്നത് വെള്ളത്തൂൽ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ്. അതുകൊണ്ട് ഞങ്ങൾ വെള്ളത്തൂൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചതിന് ശേഷം തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം വെള്ളത്തൂൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു. ഇങ്ങനെ വിക്രമൻ എന്ന് പറയുന്ന ആളെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിട്ടുണ്ട്, മരിച്ചത് ശശി എന്ന ആളാണ് എന്ന് പറഞ്ഞ് സ്ഥിരീകരിക്കുകയാണ് ചെയ്തത്. ശശീന്ദ്രൻ്റേത് തന്നെയാണ് മൃതദേഹമെന്ന് ഉറപ്പിക്കാൻ ശാസ്ത്രീയ പരിശോധന ആവശ്യമാണ്. കാരണം മൃതദേഹം പൂർണ്ണമായും കത്തിക്കരിഞ്ഞ അവസ്ഥയിൽ തന്നെയാണ്. ഏത് തരത്തിലാണ് വീടിന് തീ പടർന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത്. വെള്ളത്തൂവിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജയനസ് രാജു, മാതൃഭൂമി ന്യൂസ്.